യോവേൽ പ്രവചനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പലതരത്തിലുള്ള നഷ്ടങ്ങളും അല്ലെങ്കിൽ ഒരു ശേഷിപ്പും ഇല്ലാത്ത ഒരു സീസൺ, ഒരു കാലഘട്ടമായിരിക്കുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനെയെല്ലാം ദൈവം മടക്കി കൊടുക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ വായിച്ചത്. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴുമൊക്കെ തിന്ന് കളഞ്ഞതിനെല്ലാം ഇരട്ടിയായി വേണ്ടുന്നതുപോലെ മടക്കി തരുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇവിടെ പറയുന്നു ഇസ്രായേലിൻ്റെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഈ ദൂതിനെ നിങ്ങളോട് പറയുമ്പോൾ, ഈ ദൈവികാലോചന നിങ്ങൾ കേൾക്കുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഒന്നും ശേഷിച്ചു വെക്കുവാൻ കഴിയാതെ, ഒന്നും കൂട്ടി വെക്കുവാൻ കഴിയാതെ, നിങ്ങളുടെ നന്മകളെ എന്തെങ്കിലുമൊക്കെ ശക്തികൾ, ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രതികൂലങ്ങൾ വന്ന് അത് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് നന്മയാകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, ഇസ്രായേലിൻ്റെ ദൈവം എൻ്റെ നടുവിലുണ്ട്, എൻ്റെ ദൈവം എൻ്റെ നടുവിലുണ്ട്. ദൈവം എനിക്കത് സകലവും മടക്കിത്തരും. ഏത് നന്മയായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ നഷ്ടപ്പെട്ടത്. ഒരുപക്ഷെ നിൻ്റെ ആരോഗ്യമായിരിക്കാം, ഒരുപക്ഷെ നിൻ്റെ സമ്പത്തായിരിക്കാം, നിൻ്റെ ശരീരത്തിൻ്റെ ബലമായിരിക്കാം, നിൻ്റെ സമയങ്ങളായിരിക്കാം, നിൻ്റെ ഭാവിയുടെ വഴിയായിരിക്കാം. എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു സമയം, എല്ലാം ഇതുവരെ നിനക്കൊരു അനുഗ്രഹമാകുവാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് സ്വർഗത്തിലെ ദൈവം ഈ ദൂതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ നടുവിലുണ്ട്. ഈ ദൈവം നിങ്ങൾക്ക് പഴയതിലും ഉപരിയായിട്ട് അതിനെ മടക്കിത്തരും. കാരണം ഹല്ലേലൂയ, എൻ്റെ ജനം, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകില്ല. നീ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം നിന്നെ താങ്ങുന്നൊരു കരം, നിൻ്റെ നഷ്ടങ്ങളിൽ, കഷ്ടതയിൽ, രോഗങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളെ താങ്ങുന്നൊരു കരമുണ്ട്. ഒറ്റ കാര്യം ചെയ്യുക, യഥാർത്ഥമായി കർത്താവിനെ ആരാധിച്ച്, കർത്താവിനെ മഹത്വപ്പെടുത്തി, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവിക നന്മകളെ അനുഭവിക്കാൻ പ്രാപ്തമായ രീതിയിൽ നമ്മുടെ ജീവിതം നയിക്കുന്നുവെങ്കിൽ, എന്തെല്ലാം പിശാച് നഷ്ടപ്പെടുത്തിയോ അതിനെല്ലാം നിനക്ക് ലാഭമാക്കി തരുന്നൊരു ദൈവമുണ്ട്. 2024 വരെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 25-ൽ അത് തിരിച്ചു പിടിക്കുന്ന ഒരു സമയം. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴൊക്കെ തിന്ന് കളഞ്ഞതിന് അപ്പുറമായി ഇരട്ടിയായി ദൈവം അവിടെ എല്ലാം മടക്കി കൊടുത്തു. ഇയ്യോബിൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഒരു സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ഹീറോ ആയിരുന്ന ഇയ്യോബ് ഒരു സീറോയായി നിന്നു. പക്ഷെ ആ സീറോയ്ക്കകത്ത് നിന്ന് ഇയ്യോബിനെ ഒരു വലിയ ഹീറോയാക്കി മാറ്റിയ ഒരു കർത്താവുണ്ട്. അങ്ങനെ വിശ്വസിക്കുക. ഈ ദൂതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നുവെങ്കിൽ ഈ ആണ്ടിൽ സകലതും മടക്കി പിടിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തെ മടക്കി തരും. നിങ്ങളുടെ സമയമാണോ നഷ്ടപ്പെട്ട്, നിങ്ങളുടെ ഭാവിയുടെ വഴിയാണോ അടഞ്ഞു നിൽക്കുന്നത്, കർത്താവ് മടക്കി തരും. വിശ്വസിക്കുക. ഈ ദൂതിന് ആമേൻ പറയുക. നന്മകൾ നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, ഭാവിയുടെ വഴിയ അടഞ്ഞ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. കർത്താവ് നിങ്ങൾക്ക് അത്ഭുതകരമായ വഴിയിലൂടെ അതിനെ മടക്കി തന്ന് നിങ്ങളെ ദൈവം മാനിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിക്കപ്പെടുകയില്ല. നമ്മൾ ലജ്ജിക്കപ്പെടുവാൻ നമ്മുടെ ദൈവം അനുവദിക്കില്ല. കാരണം നമ്മുടെ ദൈവം നമ്മുടെ നടുവിലുണ്ട്. നമ്മൾ കർത്താവിൽ അടിസ്ഥാനമിട്ട് ആ കർത്താവിൻ്റെ അതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലജ്ജിക്കപ്പെടുവാൻ സമ്മതിക്കത്തില്ല. ദൂതരാമേൻ പറയുക. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.